ഹലോ, സായി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഐറ്റം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അയല മീൻ പൊള്ളിച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ അതിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നു. പിന്നെ 3 വലിയുള്ളി, 2 തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് നമ്മളൊന്ന് വഴറ്റണം. അപ്പോൾ പാന് ചൂടായിക്കണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് തക്കാളിയും വലിയുള്ളിയും ഇട്ട് വഴറ്റണം. ആദ്യം വലിയുള്ളി ഇട്ട് പിന്നെ തക്കാളി ഇടുക, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് വഴണ്ട് വന്നോളും. തക്കാളിക്ക് പകരം സോസ് ഉപയോഗിക്കണമല്ലോ ഉണ്ട് കേട്ടോ. അത് നമുക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചെങ്കിൽ അതുപോലെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സോസൊന്നും ഇല്ലാത്തതുകൊണ്ട് തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് മീൻ റെഡിയാക്കാം. അപ്പോൾ 6 മീനും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ് ഒക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി. പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം മീനൊന്ന് പകുതി വേവിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിൽ കടന്നിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് മസാല ഉള്ളൂ എന്ന് കരുതണ്ട. അത് നമുക്ക് ഈ 6 മീനക്കും പാകേക്കാരം കേട്ടോ. കാരണം തേച്ച് കൊടുക്കുകയല്ലേ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിന്മേൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മീനുകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ തേച്ച് റെഡിയായി. ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നേരത്തെ വാട്ടാൻ വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയൊക്കെ ഒരു വിധത്തിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച പേസ്റ്റാക്കി കൊടുക്കണം. അത് ചേർത്ത് കഴിഞ്ഞിട്ട് കൂടുതൽ നേരമൊന്നും തീ കത്തിച്ച് വെക്കണ്ട കേട്ടോ. അതൊന്ന് അതിൻ്റെ സ്മെല്ല് പോകുമ്പോഴത്തേന് മതി. അതിൻ്റെ ഇടയിൽ നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ട് അത്ര ടേസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണ്ടവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിക്കാം. എണ്ണ ചൂടായി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് മസാല റെഡി ആയിട്ടുണ്ട് അവിടെ. പിന്നെ മസാലയ്ക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചപ്പ് ഇടാം. ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ ഒരു ഭാഗം വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്താ മീൻ തിരിയണല്ലേ. അപ്പോൾ റെഡിയായി. അപ്പോൾ മീൻ റെഡിയാകുന്ന സമയത്തൊക്കെ നമുക്ക് വാഴൻ്റെലൊക്കെ വെട്ടിക്കൊടുന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ വാഴൻ്റെല വാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇളയ ഇല എടുത്തിട്ടുള്ളത്, ആ തൂമ്പായി വരുന്നത് അതാണ് എടുത്തത്. അതുകൊണ്ട് വാട്ടേണ്ടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഉള്ളി ഇതും പേസ്റ്റ് ആക്കിയതൊക്കെ താഴെ വെച്ചിട്ട് അതിൻ്റെ മേലെ മീൻ വെച്ച് കൊടുക്കുക. വീണ്ടും 1 സ്പൂണ് ഉള്ളി ഇതൊക്കെ മേലെ ഒന്നും കൂടി വെക്കുക.
പുളി ആവശ്യമുള്ളവർക്കാണെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് വെക്കുന്നുണ്ട്. ഇനി തക്കാളിയോ അല്ലെങ്കിൽ വല്യുള്ളി അരിഞ്ഞതോ അതൊക്കെ മേലെ വെക്കട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് റെഡിയായി. എല്ലാം പാടെ ഞാൻ കാണിച്ചു തരുന്നില്ല, 1-2 കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തതും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് പൊള്ളിക്കണം കേട്ടോ, ഈ വാഴൻ്റെ ഇല വെച്ചിട്ട്. ഇനി കൂടുതൽ സമയം വെക്കാൻ ടൈമില്ലവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇത് രാവിലെ ഫുഡ് കൊടുത്തേക്കാനുള്ളതുകൊണ്ട് അധികം ടൈമില്ല. അപ്പോൾ ഒന്നിങ്ങനെ വെച്ചങ്ങാണ്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ തോനൊന്നും വേണ്ട, ഇത്തിരി മതി. ഇങ്ങനെ ചൂടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി അതിലേക്ക് ചൂട് കയറും. അപ്പോൾ ആ വാഴൻ്റെ ഇലൻ്റെ സ്മെല്ലും ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഭാഗം ആയി കിട്ടിയാൽ മറ്റേ ഭാഗം ഒന്നുകൂടി മറിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ള ചുറ്റി വെച്ച മീനുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ആവശ്യമുണ്ട് എങ്കിൽ രുചി കൂടാനൊക്കെ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. ഞാൻ ചേർത്തിട്ടില്ല, ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മീൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ആ മസാല കൂട്ടിങ്ങാണ്ട് കഴിക്കണം കേട്ടോ, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അടിപൊളിയായില്ലേ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.